ചേച്ചി എൻ്റെ വീഡിയോസിന്റെ വ്യൂസ് ഡാഷ്ബോർഡിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് വ്യൂസും വാച്ചവറും ഒക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്റെ ഡൗട്ടും ക്ലിയർ ആവും. കുറഞ്ഞു വരുന്നു. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? യൂട്യൂബിന്റെ ഒഫീഷ്യൽസ് തന്നെ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ നമ്മളുടെ ഫോണിൽ നിന്ന് തന്നെ നിരവധി തവണ. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് പേഴ്സണലായും എൻ്റെ വീഡിയോയുടെ കമന്റ് ബോക്സിലൂടെ നിരവധി പേര് ചോദിച്ച ഒരു കമന്റാണ്, ചേച്ചി എൻ്റെ വീഡിയോസിന്റെ വ്യൂസ്, വാച്ച് അവർ, റവന്യൂ ഇതൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്തുകൊണ്ടാണ്? അപ്പോൾ നിങ്ങളും നിങ്ങളുടെ YT സ്റ്റുഡിയോയുടെ ഡാഷ്ബോർഡിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഷോർട്സിലും വീഡിയോസിലും ഒക്കെ വ്യൂസും വാച്ചവറും ഒക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഉറപ്പായിട്ടും കണ്ടിരിക്കണം. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ എന്തുകൊണ്ടാണ് നമ്മുടെ YT സ്റ്റുഡിയോയിലെ ഡാഷ്ബോർഡിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് വ്യൂസും വാച്ചവറും ഒക്കെ കുറഞ്ഞു വരുന്നത് എന്നുള്ളത് ഞാൻ ക്ലിയർ ആക്കി തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ ആ ഒരു ഡൗട്ടും ക്ലിയർ ആവും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. നിങ്ങൾ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി തോന്നി എന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും ശ്രമിക്കുക. നമ്മുടെ വീഡിയോയിലേക്ക് വരാം. എന്നോട് പലരും ചോദിക്കുന്നത് തന്നെ, ചേച്ചി എൻ്റെ ചാനലിലെ വ്യൂസും വാച്ചവറും ഒക്കെ കുറഞ്ഞു വരുന്നു, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. അപ്പോൾ വ്യൂസും വാച്ചവറും ഒക്കെ കുറഞ്ഞു വരുന്നതിന് രണ്ട് കാരണങ്ങളാണ് ഉള്ളത്. അപ്പോൾ ആദ്യത്തെ കാരണം എന്ന് പറയുന്നത്, യൂട്യൂബിന്റെ ഒഫീഷ്യൽസ് തന്നെ പറയുന്നത് ഇൻവാലിഡ് വ്യൂസോ, ഇൻവാലിഡ് ക്ലിക്ക് ത്രൂ വ്യൂസ്, ഇൻവാലിഡ് ആപ്പ് ത്രൂ വ്യൂസ്, ഇതിലേതെങ്കിലും വഴി നമ്മുടെ ചാനലിലെ വീഡിയോസിനോ ഷോർട്സിനോ വ്യൂസും വാച്ചവറും ഒക്കെ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബ് ആ കിട്ടുന്ന വ്യൂസും വാച്ചവറും ഒക്കെ കുറയ്ക്കുന്നതാണ്. ഇനി എന്താണ് ഇൻവാലിഡ് വ്യൂസ് എന്ന് പറയാം. നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ വീഡിയോസും ഷോർട്സും ഒക്കെ അപ്ലോഡ് ചെയ്യുമായിരിക്കും. അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മളുടെ ഫോണിൽ നിന്ന് തന്നെ നിരവധി തവണ ആ ഷോർട്സും വീഡിയോസും ഒക്കെ നമ്മൾ വാച്ച് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടുന്ന വ്യൂസും വാച്ചവറും ഒക്കെ ഇൻവാലിഡ് വ്യൂസ് ആയിട്ട് യൂട്യൂബ് കണക്കാക്കും. ഇനി രണ്ടാമത്തത് ഇൻവാലിഡ് ക്ലിക്ക് ത്രൂ വ്യൂസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഫേക്ക് ID, ഫേക്ക് അക്കൗണ്ട്, അതായത് യൂട്യൂബ് സൈറ്റിൽ നിന്നല്ല ഫേക്ക് ID, ഫേക്ക് അക്കൗണ്ട് വഴി നിരവധി വ്യൂസും വാച്ചവറും ഒക്കെ കിട്ടുകയാണെങ്കിൽ ആ കിട്ടുന്ന വ്യൂസും വാച്ചവറും ഒക്കെ ഇൻവാലിഡ് ക്ലിക്ക് ത്രൂ വ്യൂസ് ആയിട്ട് യൂട്യൂബ് കണക്കാക്കും. ഇനി മൂന്നാമത്തത് ഇൻവാലിഡ് ആപ്പ് ത്രൂ വ്യൂസ്. ഇന്ന് നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിരവധി ആപ്പുകൾ ലഭ്യമാണ്. അപ്പോൾ നമ്മുടെ ചാനലിന്റെ വീഡിയോസിലും ഷോർട്സും ഒക്കെ വ്യൂസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ഇൻവാലിഡ് ആപ്പ് വഴി നമുക്ക് വ്യൂസും വാച്ചവറും ഒക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ആ കിട്ടുന്ന വാച്ചവറും വ്യൂസിനെയൊക്കെ യൂട്യൂബ് ഇൻവാലിഡ് ആപ്പ് ത്രൂ വ്യൂസ് ആയിട്ട് കണക്കാക്കും. അപ്പോൾ ഈ മൂന്ന് രീതികളിലൂടെ നമ്മുടെ വീഡിയോസിന്റെ വ്യൂസും വാച്ചവറും ഒക്കെ കൂട്ടാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ യൂട്യൂബ് ഓട്ടോമാറ്റിക്കലായിട്ട് തന്നെ നമുക്ക് ആ കിട്ടുന്ന വ്യൂസിനെയും വാച്ചവറേക്ക് കുറയ്ക്കും. അല്ലാതെ നമുക്ക് ഈ മൂന്ന് വഴി അല്ലാതെ നമുക്ക് കിട്ടുന്ന വ്യൂസും വാച്ചവറും ഒന്നും ഒരിക്കലും കുറയില്ല. ഇന്ന് മിക്ക ആൾക്കാരും കാണിക്കുന്ന തെറ്റ്, വ്യൂസും വാച്ചവറും ഒക്കെ നോക്കുന്നതിൽ YT സ്റ്റുഡിയോയിലെ വ്യൂസും വാച്ചവറും ഒക്കെ ചെക്ക് ചെയ്യുന്ന രീതി ശരിയല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഞാനൊരു സ്ക്രീൻ റെക്കോർഡിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം YT സ്റ്റുഡിയോയിൽ എവിടെയാണ് നമ്മുടെ വ്യൂസും വാച്ചവറും ഒക്കെ കറക്റ്റായിട്ട് നോക്കേണ്ടതെന്ന്. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ YT സ്റ്റുഡിയോ ഇവിടെ ഓപ്പൺ ചെയ്യാം. ഇവിടെ അനലിറ്റിക്സ് എന്നുള്ളിടത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും എനിക്ക് എത്ര വ്യൂസ് കിട്ടി, എൻ്റെ വാച്ചവർ എത്രയായി, എനിക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് കിട്ടി എന്നുള്ള കാര്യം. പലരും ഇവിടെ നോക്കിയിട്ടാണ് അവർക്ക് എത്ര വ്യൂസും വാച്ചവറും കിട്ടി എന്ന് കണക്കാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ കാണിക്കുന്നത് ലാസ്റ്റ് 28 ഡേയ്സിൽ നമ്മുടെ ചാനലിന് എത്ര വ്യൂസും വാച്ചവറും ഒക്കെ കിട്ടി എന്നുള്ളതാണ് ഈ സൈഡിൽ കാണിക്കുന്നത്. ഇവിടെ അനലിറ്റിക്സ് എന്നുള്ളതിൻ്റെ സൈഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാനായിട്ട് കഴിയും ലാസ്റ്റ് 28 ഡേയ്സ് എന്നുള്ള കാര്യം. അപ്പോൾ ഇവിടെ നോക്കിയിട്ട് നിങ്ങൾ ഒരിക്കലും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നമ്മുടെ ചാനലിൻ്റെ റീച്ച് അനുസരിച്ച് നമുക്ക് ഇവിടെ കിട്ടുന്ന വ്യൂസ് കൂടിയും കുറഞ്ഞും ഒക്കെ, വ്യൂസും വാച്ചവറും ഒക്കെ കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് കാണും, പിന്നെ ശരിയായ രീതിയിൽ വ്യൂസും വാച്ചവറും ഒക്കെ എവിടെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന്. അത് ഞാൻ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തരാം. ഇവിടെ താഴെയായിട്ട് ഡാഷ്ബോർഡ്, കണ്ടന്റ്, അനലിറ്റിക്സ്, കമ്മ്യൂണിറ്റി, ഏൺ എന്നിങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കാണാം. അതിൽ ഏൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള വ്യൂസും വാച്ചവറും ഒക്കെ. അപ്പോൾ ഇവിടെയാണ് ശരിയായിട്ട് ഉള്ള രീതിയിൽ നമ്മുടെ വ്യൂസും വാച്ചവറും ഒക്കെ കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിലൂടെ ശരിയായ രീതിയിൽ വ്യൂസും വാച്ചവറും ഒക്കെ
ചെക്ക് ചെയ്യേണ്ടത് എവിടെയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ കമന്റായിട്ട് അറിയിക്കുക. മാക്സിമം എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കും. അതുപോലെ പുതിയ പുതിയ ക്രിയേറ്റേഴ്സിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കയറി കാണാത്ത ആൾക്കാർ ഞാനിവിടെ പ്ലേലിസ്റ്റ് ആക്കി സൈഡിൽ എൻഡ് സ്ക്രീനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ ചാനലിലും ആ മാറ്റങ്ങളൊക്കെ വരുത്തി വീഡിയോസും ഷോർട്സും ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.